വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാടാൻ പാട്ടുകൾ ബാക്കി വെച്ച് യാഷിക്ക് ചാലിയാറിൽ മയങ്ങി. ഒഴുക്കിൽപ്പെട്ട് മരിച്ച മമ്പാട് സ്വദേശി യാഷിക്കിന് നാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകി. വന്യജീവി സംഘർഷം തടയുവാൻ നിലമ്പൂരിൽ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് MLA-യുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ സംയുക്ത യോഗം ചേർന്നു. ഡ്രൈവർ കഞ്ചാവ് ലഹരിയിൽ ഓടിച്ച ഓട്ടോ കടത്തിണ്ണയിലേക്ക് പാഞ്ഞു കയറി. കുട്ടികളടക്കം 3 പേർക്ക് പരിക്ക്. ഓട്ടോയിൽ നിന്നും കഞ്ചാവും കണ്ടെത്തി. സംഭവം വണ്ടൂർ കുറ്റിയിൽ. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. ഒരു നാടിന്റെ പ്രാർത്ഥനകൾ വിഫലമായി. മമ്പാട് ഓടായിക്കൽ കടവിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത്. മമ്പാട് ഭീമുങ്ങൽ പനയന്തൊടുക യാഷിക്കാണ് മരിച്ചത്. ഓടായിക്കൽ കടവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് യാഷിക്ക് ഒഴുക്കിൽപ്പെട്ടത്. കൂട്ടുകാരായ മറ്റ് 2 പേരോടൊത്ത് പുഴയിൽ കുളിക്കുവാൻ ഇറങ്ങിയതായിരുന്നു. ഈ സമയം പുഴയിലൂടെ കനത്ത കുത്തൊഴുക്കിൽ ഒഴുകി വന്ന മരത്തടി പിടിക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് യാഷിക്ക് ഒഴുക്കിൽപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന 2 പേർ രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. കനത്ത മഴയും കുത്തൊഴുക്കും കാരണം യാഷിക്കിനെ രക്ഷപ്പെടുത്തുവാൻ ഇവർക്ക് സാധിച്ചില്ല. പിന്നീട് ഈ സമയം മുതൽ ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. പിന്നീട് നിലമ്പൂരിൽ നിന്നും
തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തിരച്ചിൽ ആരംഭിച്ചു. നിലമ്പൂരിൽ നിന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ ബോട്ട് എത്തിച്ച് തിരച്ചിൽ ആരംഭിച്ചു. എടവണ്ണയിലും മമ്പാട്ടുമുള്ള എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ ടീമുകൾ ഈ തിരച്ചിലിന്റെ ഭാഗമായി. അങ്ങനെ ചാലിയാർ പുഴയിൽ ഈ ഒഴുക്കിൽപ്പെട്ട സ്ഥലം മുതൽ നിരവധി മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സമഗ്രമായ ഒരു തിരച്ചിലാണ് നടത്തിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. കനത്ത മഴയെ തുടർന്ന് കുത്തൊഴുക്ക് രൂക്ഷമായതിനാൽ തിരച്ചിലിനെ അത് പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാവിലെയാണ് ഈ തിരച്ചിൽ സംഘത്തിന് മൃതദേഹം എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തുവാൻ സാധിച്ചത്. യാഷിക്ക് ഒരു കലാകാരനാണ്. റിയാലിറ്റി ഷോകളിലൂടെ അടക്കം മാപ്പിളപ്പാട്ടുകൾ പാടി ശ്രദ്ധേയനായ ഒരു കലാകാരനാണ്. മാത്രമല്ല ഗാനമേള വേദികളിൽ, കേരളത്തിലെ നിരവധിയായ വേദികളിൽ ഓരോ സീസണുകളിലും കലാപരിപാടികൾ അവതരിപ്പിച്ച് കയ്യടി നേടുന്ന ഒരു പ്രിയപ്പെട്ട കലാകാരനാണ്. ഗാനമേള വേദികളിൽ യാഷിക്ക് എത്തുമ്പോൾ അത് ആസ്വാദകരെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ഓടുകൂടിയാണ് യാഷിക്ക് വേദികളിൽ നിറഞ്ഞാടാറുള്ളത്. എന്തായാലും യാഷിക്കിൻ്റെ വേർപാട് കുടുംബത്തിന് ഒപ്പം തന്നെ കലാരംഗത്തിനും പ്രത്യേകിച്ച് ഗാനമേള വേദികൾക്കും വലിയ തീരാ നഷ്ടമാണ്. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എങ്ങിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എങ്ങിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. വളരെയേറെ വേദനയോടുകൂടിയാണ് മമ്പാട് നിവാസികൾ യാഷിക്കിൻ്റെ ഈ ഒരു വിയോഗ വാർത്തയെ സ്വീകരിച്ചത്. കാരണം അപ്രതീക്ഷിതമായൊരു വിയോഗമായിരുന്നു. യാഷിക്ക് പട്ടുറുമാൽ എന്ന ഒരു റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ വളർന്നു വന്ന് മാപ്പിളപ്പാട്ട് രംഗത്ത് സജീവമായി. പിന്നീട് മാപ്പിളപ്പാട്ടിൽ നിന്ന് ഗാനമേള വേദികളിലേക്ക് എത്തി. ഗാനമേള വേദികളിലൂടെ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചു വന്ന ഒരു കലാകാരനാണ്. നിരവധിയായ ഗാനമേള വേദികളിൽ നമ്മളോടൊപ്പമൊക്കെ തന്നെ യാഷിക്ക് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. യാഷിക്ക് വേദിയിലെത്തി അവതരിപ്പിക്കുന്ന ഓരോ പാട്ടുകളാണെങ്കിലും ആ പാട്ട് അതിനോടനുസരിച്ച് നൃത്തം, പ്രത്യേകമായ വസ്ത്രാലങ്കാരം ഇവയൊക്കെ ചേർത്ത് ഒരു വ്യത്യസ്തമായ വിരുന്ന് തന്നെ ആസ്വാദകർക്ക് ഒരുക്കിയിരുന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു യാഷിക്ക്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രമുഖനായ കലാകാരന്മാരോടൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് യാഷിക്ക് ഗാനമേള വേദികളിൽ സജീവമായിരുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനാണ് ഇപ്പോൾ അകാലത്തിൽ വിട പറഞ്ഞിരിക്കുന്നത്. പുഴയുടെ ആഴങ്ങൾ ജീവൻ കവർന്നെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വിയോഗത്തിൽ മമ്പാട്ടിലെ പൗരാവലി സംയുക്തമായ ഒരു അനുശോചന യോഗം ഇന്ന് ചേർന്നു. യാഷിക്കിൻ്റെ ഖബറടക്കം വൈകിട്ടാണ് നടന്നത്. 4:30 മമ്പാട് വലിയ പള്ളി ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടന്നത്. ഈ ഖബറടക്കത്തിന് ശേഷമാണ് ഈ ഒരു സർവകക്ഷിയുടെ നേതൃത്വത്തിൽ ഒരു അനുശോചന യോഗം മമ്പാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. ഈ യോഗത്തിൽ ജനപ്രതിനിധികളും സംഗീത ലോകത്തെ പ്രമുഖരുമൊക്കെ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, പന്താർ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് എന്നിവർ ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒപ്പം മാപ്പിളപ്പാട്ടിലെ പ്രിയപ്പെട്ട കലാകാരൻ കൊല്ലം ഷാഫി, ഫിറോസ് ബാബു തിരൂർ, ഗഫൂർ എം കയ്യ, സലീം കൊടിയത്തൂർ എന്നിവരും ഈ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം മമ്പാടിലെ മുഴുവൻ ജനാവലിയും യാഷിക്കിൻ്റെ ഈ ഒരു വിയോഗത്തിൽ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. എന്തായാലും മമ്പാടിന് നഷ്ടപ്പെട്ടത് ഒരു പ്രിയപ്പെട്ട കലാകാരനെ തന്നെയാണ്. കാത്തിരിക്കുന്നതിന് വേണ്ടി അവന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ, പാട്ടുപാടി കാത്തിരിക്കാൻ വരെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷ അർപ്പിക്കാൻ അവൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് അതൊരു വേർപാടിനെ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. അനുസ്മരണങ്ങളിൽ നമ്മളൊക്കെ ഒരുപാട് പങ്കെടുക്കുന്നത്. ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഓട്ടോറിക്ഷ പാഞ്ഞു കയറി അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വണ്ടൂർ കുറ്റിയിലാണ് ഇന്ന് രാവിലെ ഈ അപകടമുണ്ടായത്. ഈ അപകടത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് കഞ്ചാവും പിടികൂടി. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വാണിയമ്പലം സ്വദേശി നിവാരന്റെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിലെ കടത്തിണ്ണയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന 2 സ്കൂൾ കുട്ടികളും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരിയുമടക്കം 3 പേർക്കാണ് പരിക്കേറ്റത്. 5 വയസ്സുകാരി ആലിയ, 7 വയസ്സുള്ള അഫാൻ, യാത്രക്കാരി സമീല എന്നിവർക്കാണ് പരിക്കേറ്റത്. വണ്ടൂർ യത്തീംഖാന സ്കൂളിലെ കുട്ടികളാണ് ഇവർ.
പരിക്കേറ്റവരെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ സാരമായി പരിക്കേറ്റ ആലിയയെ പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാണിയമ്പലം ഭാഗത്തു നിന്നും വണ്ടൂരിലേക്ക് പോകുന്നതിനിടയിലാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കുറ്റിയിലെ കടത്തിണ്ണയിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത്. ഓട്ടോ ഡ്രൈവർ നിവാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ തന്നെ കഞ്ചാവ് കണ്ടെത്തിയ സംഭവം ഇപ്പോൾ ഏറെ ആശങ്ക പടർത്തുന്ന ഒന്നാണ്. ആ വണ്ടി വേറെ സ്കൂട്ടിനെ തട്ടി തെറിപ്പിച്ച് ഈ പീഡിയന്റെ കൊലയിൽ കൂടെ കയറിയിട്ട് ആ കുട്ടികളെ അതിന്റെ ഇടയിൽ പെട്ട് എന്തൊരു വലിയ ഭാഗ്യം എന്ന് പറയാം. കുട്ടിക്ക് തലക്ക് ഒരു മുറിവ്, നല്ലൊരു മുറിവ് തന്നെയാണ്. പക്ഷെ വലിയ ഗുരുതര പരിക്കല്ലെങ്കിലും അതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നിംസിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു, ഒരു പാസഞ്ചർ ആയിട്ട്. അവരെ JMC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് വാണിയമ്പലത്ത് ഓടുന്ന വണ്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഈ ഡ്രൈവർ ഇതുവരെ അതിനൊന്ന് കൂടെ പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിന്ന് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോഴാണ് ഇവിടെ പല ആൾക്കാരും പറഞ്ഞാൽ ഈ വണ്ടിയിൽ കഞ്ചാവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടി വന്നപ്പോൾ ഈ വണ്ടിന്റെ ഡാഷ്ബോർഡിൽ കഞ്ചാവിന്റെ കുറച്ച് പൊതിയുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സാധനമുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ പോലീസുകാരെ വിളിച്ച് പോലീസുകാർ വന്നിട്ട് പിന്നെ ഇവനെ പിടിക്കുന്ന സമയത്ത് പോലീസ് ജീപ്പ് എത്തിയില്ല. അതിന് മുമ്പ് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ്ട് പോലീസുകാർ അവരെ കൊണ്ടുപോയിട്ടുണ്ട് കച്ചറ ഉണ്ടാകുന്ന രീതിയിൽ. അപ്പോൾ ഇത്തരം കേസിൽ നമ്മളെ വാണിയമ്പലം ആളാണ്, ഇവന് സ്കൂൾ ട്രിപ്പ് വരെ എടുക്കുന്ന ആളാണെന്നാണ് ഇവിടെ പറയുന്നത്. കേൾക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഇത്തരം ആളുകളെ പിന്നെ ഇതൊരു സാധാരണ നിലയിൽ ഇനിയിപ്പോൾ പോലീസുകാർ സാധാരണ നിലയിൽ കേസെടുത്ത് വിടാതെ ഇതിന് തക്കതായ ഒരു തീരുമാനം എടുത്ത് ഇപ്പൊ SP-ക്ക് വരെ ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നല്ലൊരു തീരുമാനം എടുത്ത് ഇത്തരം ആളുകൾ ഇതുപോലെ വണ്ടി കൊടുത്ത് വിടാതെ അവരെ ലൈസൻസ് റദ്ദാക്കി പെർമിറ്റ് കട്ടാക്കിയിട്ട് ഇത്തരം ആളുകളെ ഈ റോഡിലേക്ക് അയച്ചു വിടരുത് എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുവാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. വനഭൂമിയും ജനവാസ മേഖലയും അതിരിടുന്ന എല്ലായിടങ്ങളിലും സൗരോർജ്ജ വേലി സ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, വനംവകുപ്പ്, കിഫ്ബി, നബാർഡ്, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുമായി ചേർന്നായിരിക്കും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുക. സൗരോർജ്ജ വേലിയുടെ പ്രവൃത്തി വിലയിരുത്തുന്നതിനായി MLA വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വനം, റവന്യൂ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കരാർ കമ്പനി പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ RKVY പദ്ധതിയിൽ 27 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സൗരോർജ്ജ വേലിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 70% പൂർത്തീകരിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിലാക്കുവാനും നിർദ്ദേശം നൽകി. നിലമ്പൂരിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് മേഖല, അത് എത്ര കിലോമീറ്റർ ഉണ്ട്? ആ കിലോമീറ്ററുകളിൽ ആ ദൂരത്ത് എത്ര എണ്ണമാണ് RKVYയിൽ, അതേപോലെ നബാർഡിൻ്റെ സ്കീമിൽ, കിഫ്ബിയുടെ സ്കീമിൽ, മറ്റു സ്കീമുകളിലൊക്കെയായി എത്ര ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ട്? അത് കഴിച്ചാൽ എത്രയുണ്ടാവും? അത് കണ്ടെത്തി അതിനുവേണ്ടി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കാം. നിലമ്പൂരിലെ ഫോറസ്റ്റും വനവും ഈ ജനവാസ കേന്ദ്രവും കൃഷിയിടങ്ങളും ചേരുന്ന എല്ലാ ഭാഗങ്ങളിലും പരിപൂർണമായി സമഗ്രമായി ഈ പറയുന്ന സോളാർ ഫെൻസിങ്ങിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പം ഇതുവരെ ചെയ്തത്. ഇനി ബാക്കി ചെയ്യാനുള്ളത് കണ്ടെത്തുകയും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ്. അല്ല, അത് നമുക്ക് എത്ര ഇനി ചെയ്യാനുണ്ട് എന്നുള്ള കണക്ക് കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന 27 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ കിഫ്ബിയുടെ ഒരു വർക്ക് ചെയ്തു വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി കഴിച്ചാൽ ഇനി എത്ര ഭാഗമുണ്ടെന്ന് നമ്മൾ പരിശോധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായ കണക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ ജില്ലാ പഞ്ചായത്തിനോ പഞ്ചായത്തുകൾക്കോ ഫണ്ട് വെക്കാൻ കഴിയുമെങ്കിൽ അവരും വെക്കാൻ തയ്യാറാണ്, പരിപൂർണമായി പൂർത്തീകരിക്കാൻ. അപ്പോൾ എങ്ങനെ നമുക്ക് നിലമ്പൂരിൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എങ്ങനെ പരിപൂർണമായി ഇല്ലാതെയാക്കാൻ പറ്റുമെന്നതിൻ്റെ ആദ്യഘട്ട ചർച്ചകളും ചിന്തകളും പരിപാടികളും. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NA കരീം, ജോസ്മി P തോമസ്, പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് P റംലത്ത്, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, KP സുരേഷ്, തഹസിൽദാർ MP സിന്ധു,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലത്തീഫ് മണിമൂളി, റോസമ്മ വർഗീസ്, മെഹമ്മൂദ്, വഴിക്കടവ് റേഞ്ച് ഓഫീസർ പി വിമൽ, പി സൂരജ്, വനവകുപ്പ് ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസർമാർ, കരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. ₹1 നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ₹1 ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെ. നിലമ്പൂരിൽ ആരംഭിക്കുന്ന ₹199 മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും ₹199 മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും ₹199 മാത്രം. ₹199 മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ,
ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലബോറട്ടറി ബ്ലോക്കിന്റെയും SSK ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി ലബോറട്ടറി ബ്ലോക്ക് 25 ലക്ഷം രൂപ SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 2 ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ N. ഷംസുദ്ദീൻ അവർ. നിങ്ങൾക്ക് നല്ല സ്വാധീനമുള്ളവരാണ് നിങ്ങൾ. ഈ സ്കൂളിന് നല്ല സ്വാധീനമുണ്ട്. കാരണം ഭരണരംഗത്ത് നല്ല പിടിപാടുള്ള മഹൽ വ്യക്തിത്വങ്ങൾ ഈ സ്കൂളിന്റെ സന്തതികളാണ് എന്നത് ഈ സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ സ്കൂളും തന്നെ അക്കാദമിക നിലവാരത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ്. 3300-ൽ പരം കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. SSLC, +2 പരീക്ഷകളിലും അതുപോലെ തന്നെ കലാ കായിക രംഗത്തുമൊക്കെ നല്ല മികവാർന്ന പ്രവർത്തനം ഈ സ്കൂൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ സ്കൂളിൽ നിന്നൊരു പുതിയ സൗകര്യങ്ങൾ വരികയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി രംഗത്ത് ഒരു ലബോറട്ടറി ബ്ലോക്ക് സർക്കാർ ഫണ്ടിൽ അനുവദിക്കപ്പെടുകയും അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഹയർ സെക്കൻഡറി സയൻസ് പഠനത്തിൽ ലബോറട്ടറികളുടെ പ്രാധാന്യം വളരെ വലുതാണ്. നല്ല ലാബ് സൗകര്യങ്ങളില്ലെങ്കിൽ അത് ഹയർ സെക്കൻഡറി സയൻസ് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ലബോറട്ടറി ലഭിക്കുക വഴി
അത് ഈ സ്കൂളിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ SSK ഫണ്ട് ഉപയോഗിച്ച് 2 ക്ലാസ് മുറികൾ കൂടി. ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ക്ലാസ് മുറികളുടെ അപര്യാപ്തത പല സ്കൂളുകൾക്കും ഇന്നൊരു വലിയ പ്രതിസന്ധിയാണ്. ഞാൻ MLA ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ കിട്ടിയ ഒരു നിവേദനം ഈ മണ്ഡലത്തിൽ തന്നെ മറ്റൊരു സ്കൂളിൽ ക്ലാസ് മുറികളുടെ പോരായ്മയെക്കുറിച്ചാണ്. ആര്യടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV അബ്ദുൾ വഹാബ് MP മുഖ്യ സന്ദേശം നൽകി. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചടങ്ങിന് അഭിസംബോധന ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയും MLAയും ചേർന്ന് സ്കൂളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക പ്രതിഭകൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് കൂമഞ്ചേരി, സ്കൂൾ PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർമാൻ കോയ കടവത്ത്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സ്മിത മോൾ, മുംതാസ് ബാബു, മേരീസ് ഷിബു, സുരേഷ് പാത്തിപ്പാറ, മുസ്തഫ കളത്തുംപടിക്കൽ, നഗരസഭാ കൗൺസിലർ റെജീന നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു. വണ്ടൂർ DEO സലാഹുദ്ദീൻ, മലപ്പുറം DPO സുരേഷ് കൊളശ്ശേരി, DPC അബ്ദുൾ സലീം, BRC BPC ജയൻ ആന്റണി എന്നിവരും ആശംസകൾ നേർന്നു. സ്കൂൾ പ്രധാന അധ്യാപകൻ MM അബ്ദുറഹിമാൻ നന്ദി പറഞ്ഞു. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നിലമ്പൂർ ഫെസ്റ്റിന് തുടക്കമായി. കോടതിപ്പടിയിലെ വിശാലമായ ഗ്രൗണ്ടിലാണ് നിലമ്പൂർ ഫെസ്റ്റിന് തുടക്കമായത്. വിലക്കുറവിൻ്റെ വലിയ മഹാത്ഭുതം തീർത്തുകൊണ്ടാണ് ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. വിലക്കുറവിൻ്റെ ഈ മഹാമേളയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി നിർവഹിച്ചു. ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ മിനീസ് കറിയ അധ്യക്ഷത വഹിച്ചു. ഹക്കീം മണ്ണാർക്കാട് സ്വാഗതം പറഞ്ഞു. ഷറഫുദ്ദീൻ മണ്ണാർക്കാട്, സുബൈർ മണ്ണാർക്കാട്, അജീഷ് KV, ശരത്ത് AS, നൌഫൽ മടക്കത്താനം എന്നിവർ ആശംസകൾ നേർന്നു. AB ഫ്രാൻസിസ് നന്ദി പറഞ്ഞു. വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്താണ് മഹാമേള നിലമ്പൂരിൽ നടക്കുന്നത്. 1 രൂപ മുതൽ 199 രൂപ വരെ വിലയുള്ള വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും മഹാമേളയിൽ ലഭ്യമാണ്. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അടുക്കള ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ക്ലീനറുകൾ, ഡിന്നർ സെറ്റുകൾ, കളിപ്പാട്ടങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ തുടങ്ങിയവയെല്ലാം മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. ആദ്യം പർച്ചേസ് ചെയ്യുന്ന 500 പേർക്ക് വൻപിച്ച ഓഫറുകളും നൽകുന്നുണ്ട്. കോടതിപ്പടിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് മഹാമേള പ്രവർത്തിക്കുന്നത്. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാടാൻ പാട്ടുകൾ ബാക്കി വെച്ച് യാഷിക്ക് ചാലിയാറിൽ മയങ്ങി. ഒഴുക്കിൽപ്പെട്ട് മരിച്ച മമ്പാട് സ്വദേശി യാഷിക്കിന് നാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകി. വന്യജീവി സംഘർഷം തടയുവാൻ നിലമ്പൂരിൽ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് MLAയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ സംയുക്ത യോഗം ചേർന്നു.
ഡ്രൈവർ കഞ്ചാവ് ലഹരിയിൽ ഓടിച്ച ഓട്ടോ കടത്തിണ്ണയിലേക്ക് പാഞ്ഞു കയറി കുട്ടികളടക്കം 3 പേർക്ക് പരിക്ക്. ഓട്ടോയിൽ നിന്നും കഞ്ചാവും കണ്ടെത്തി. സംഭവം വണ്ടൂർ കുറ്റിയിൽ. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി പ്രാദേശിക വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെർഫിയ ഉറപ്പു നൽകുന്നു. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.